അങ്ങനെ ബോബി ഷോ തീർന്നു. തീർച്ചയായിട്ടും ഭാവിയിൽ ശ്രദ്ധിക്കും ഞാൻ കാര്യങ്ങൾ പറയുമ്പോൾ. ഒരു പകൽ മുഴുവൻ നീണ്ട അസാധാരണ നടപടികൾക്കൊടുവിൽ ബോബി ചെമ്മണ്ണൂരിന്റെ മാപ്പപേക്ഷ സ്വീകരിച്ച് ഹൈക്കോടതി. ജാമ്യ ഉത്തരവ് ലഭിച്ചിട്ടും പുറത്തിറങ്ങാതിരുന്നത് കോടതി സ്വമേധയാ എടുത്ത കേസിലെ തുടർ നടപടികൾ കടുത്ത താക്കീതോടെ കോടതി അവസാനിപ്പിച്ചു. എന്തും ചെയ്യാമെന്ന് കരുതരുതെന്നും കോടതിയോട് യുദ്ധം പ്രഖ്യാപിക്കരുതെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ മുന്നറിയിപ്പ് നൽകി. എവിടെ നിന്നാണ് ഈ നാടകം തുടങ്ങുന്നത്? ഇന്നലെ വൈകിട്ട് 4:08 ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിച്ച ഓർഡർ ഹൈക്കോടതി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തു. 4:08 സമയം 4:45 മജിസ്ട്രേറ്റ് കോടതി റിലീസ് ഉത്തരവ് നൽകി. പിന്നെ നടന്നത് എന്താണ്? പിന്തുണയുമായി അനുയായികൾ എത്തുന്നു, വലിയ രീതിയിലുള്ള പ്രചരണമുണ്ടാവുന്നു, നായകനെ സ്വീകരിക്കുന്ന മട്ടിലുള്ള വലിയ സ്വീകരണത്തിനായി അനുയായികൾ ഒരുങ്ങുന്നു. ആ കാഴ്ചയിലേക്ക് നമുക്കൊന്ന് പോകാം. സ്ത്രീത്വത്തെ അപമാനിച്ചതടക്കമുള്ള കേസുകളിൽ ജയിലിലകപ്പെട്ട ബോബി ചെമ്മണ്ണൂരിന് ബോച്ചയ്ക്കൊപ്പം എന്ന പ്ലക്കാർഡുമായി സ്ത്രീകളടക്കമുള്ളവരാണ് വരിയിൽ നിന്ന് സ്വീകരിക്കാനായി ജയിലിന് മുന്നിൽ നിന്നിരുന്നത്. ആ കാഴ്ചയാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. എന്നാൽ ജയിലിൽ നിന്ന് ഇറങ്ങേണ്ടെന്ന് ബോബിയുടെ തീരുമാനം വരുന്നു. ബോണ്ടിൽ ഒപ്പിടുന്നില്ല. അഭിഭാഷകർ പെട്ടു. കൂടിയവർ പിന്നീട് തിരിച്ചു പോകാതിരിക്കാൻ കഴിയില്ലല്ലോ. ബോച്ചെ പറഞ്ഞത് ജയിലിൽ കഴിയുന്നവരുടെ പല സാങ്കേതിക കാരണങ്ങളാൽ ജാമ്യം കിട്ടാത്തവർക്കൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവർക്ക് ജാമ്യം കിട്ടുന്നതുവരെ ജയിലിൽ തുടരുമെന്ന വിചിത്രവാദം മുന്നോട്ട് വെച്ചു. അങ്ങനെ കൂടിയവരെല്ലാം തിരിച്ചുപോയി. ഒരു സ്ത്രീയോട് ഒരു അപമര്യാദ കാണിച്ചെങ്കിൽ അന്നേരം പ്രതികരിക്കണം. അത് കഴിഞ്ഞിട്ടുള്ള പല പ്രോഗ്രാമിലും ചിരിച്ചുകൊണ്ട് വന്ന് ഞങ്ങളുടെ ബോച്ചയുടെ കൂടെ നിന്ന് ഡാൻസ് കളിച്ചതല്ലേ. ഇതെല്ലാം കേട്ട് കൂടെ നിന്ന് ചിരിച്ചുകൊണ്ട് പിന്നെ 4 മാസം കഴിഞ്ഞിട്ട് എന്തിനു ശിക്ഷയായിട്ട് വന്നു? ചങ്കോട് ചേർത്ത് പിടിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് അന്നാന്ന് ഭക്ഷണം തരുന്ന ആളാ. കണ്ടത്തുനിന്ന് പണിയെടുത്താ വരുമ്പത്തുനിന്ന് കൂലി തരുന്ന സാറാ. രാത്രി 12 മണിയാകുമ്പോൾ തന്നെ നമുക്ക് കൂലി കിട്ടുന്നുണ്ട്. ഇന്ന് രാവിലെ കാക്കനാട് ജില്ലാ ജയിൽ പരിസരത്ത് ആകാംക്ഷ നിറഞ്ഞു. തൊട്ടു പിന്നാലെ ഹൈക്കോടതിയുടെ അസാധാരണമായ നിർദ്ദേശം വന്നു. അഭിഭാഷകരോട് ഹാജരാകാൻ കോടതി. അസാധാരണമായ നീക്കത്തിൽ അഭിഭാഷകർ അല്പമൊന്ന് പരിഭ്രമിച്ചു. ബോബി ചെമ്മണ്ണൂരിന്റെ അനുയായികൾ അതിവേഗം കാക്കനാട് ജില്ലാ ജയിലിലേക്ക് വരുന്ന കാഴ്ച കണ്ടു. മിന്നൽ വേഗത്തിൽ കോടതി നിലപാട് കടുപ്പിച്ചതോടെ നിലപാട് മാറ്റി ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. എല്ലാത്തിനും വല്ലാതെ വേഗം വർദ്ധിക്കുന്നു. ഹൈക്കോടതി വീണ്ടും വിളിപ്പിച്ചിട്ടുണ്ട് കേസ്. കാല് വായിക്കേ